ഹ്യൂമനാറ്റി വല്ലതും ആണത്. നിങ്ങള് ഇനി ഹ്യൂമനാറ്റി ടീമിനകത്തുള്ളത് വല്ലതാണ്. ഇന്റർനാഷണൽ എന്ന ഒരു കേൾക്കുമ്പോൾ തന്നെ കുറച്ച് സെറ്റപ്പായിട്ട് തോന്നുന്നൊരു പേര്. അപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും അവരുടെ പേരൊരു ഐക്കോണിക്കാണ്. ഒന്നെങ്കിൽ എല്ലാവരും ഓർത്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ബ്രാൻഡ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഓഡിയൻസായിട്ടും ക്ലയൻറ്റുകളായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ഇമോഷൻ കണക്റ്റ് ആവണം ഒരു ബ്രാൻഡ് ആവണമെങ്കിൽ. സോ M3 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അല്ലെങ്കിൽ M3 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ആ ഒരു പേര് എങ്ങനെ വന്നു? ഈ M3 എന്നുള്ളതാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് നിൽക്കുന്നത്. അതെ, നമ്മൾ ആദ്യം M3 ഞാൻ കഴിഞ്ഞതിനകത്ത് പറഞ്ഞില്ലായിരുന്നു, M3 ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. ഓക്കെ. പിന്നെ അത് M3 ഡിസൈനിങ് സ്റ്റുഡിയോ എന്ന പേരിലേക്ക് അത് മാറുന്നുണ്ട്. പിന്നെ അത് M3 ആർക്കിടെക്ട്സ് എന്നതിൻ്റെ ഒരു ഇതിലേക്ക് എത്തുന്നു. ഒരു സബ് പോലെ. സബ് എന്നല്ല, അന്ന് നമുക്കതേ ഉള്ളൂ, നമ്മളതാണല്ലോ ചെയ്യുന്നത്. പിന്നെ അതിന് ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നത്, നമ്മൾ കൺസ്ട്രക്ഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മേഖലകളിലും കൈവെക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ വന്നു. പണ്ട് പോലെ നമുക്കെല്ലാം ചെയ്യുന്നതിനകത്ത് ഇഷ്ടമാണല്ലോ. പിന്നെ ഈ കുഞ്ഞിലെ സംഘടനാപരമായിട്ടും അല്ലെങ്കിൽ സംഘടിതമായിട്ടും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് ചെറുപ്പത്തിൽ അതെനിക്ക് ബോധ്യമുണ്ട്. നമ്മൾ ആദ്യമേ കണ്ടെത്തേണ്ടുന്നത് നമ്മുടെ സ്വന്തം കഴിവ്. ഉറപ്പായിട്ടും. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ളൊരു കഴിവ് എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നായിരിക്കും നമ്മളിതിനെയെല്ലാം കൊണ്ടുവന്നപ്പോൾ കൺസ്ട്രക്ഷണൽ ഇൻറ്റീരിയറിൽ നിന്ന് നമ്മൾ ഒരു എന്താ പറയുക, ഒരു സോങ് പുറത്തിറക്കുക, ഒരു വീഡിയോ ഇറക്കുക, ഡോക്യുമെൻ്ററീസ് ചെയ്യുക, ഷോർട്ട് ഫിലിം എടുക്കുക. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്. നമ്മൾ കഴിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഫുഡിൻ്റെ പല വെറൈറ്റീസ്. അങ്ങനെ ഇതിനൊരു വലിയ ചെറിയ ചെറിയ കുടകളിൽ നിന്ന് വലിയൊരു കുടയിലേക്ക് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പേര് M3 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ പേരിനകത്തും M3 എന്ന് പറഞ്ഞ പേരിനകത്തും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതല്ലാത്ത ഒരുപാട് മീനിങ്ങുകൾ നമ്മൾ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? മുതലാളിക്ക് മാത്രമേ അറിയാവുന്ന ഒരു എക്സ്ക്ലൂസീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്ത് പറയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യമാണ്. ആ M3 ഇൻ്റർനാഷണലിൽ നിന്ന് കാണുന്നതിൻ്റെ അപ്പുറം അതിൻ്റെ ഒരു വേറൊരു മീനിങ്ങും വേറെ പല കാര്യങ്ങളും അതിൻ്റെ ബിഹൈൻഡിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേര് ഹ്യൂമനാറ്റി വല്ലതും ആണത്. നിങ്ങള് ഇനി ഹ്യൂമനാറ്റി ടീമിനകത്തുള്ളത് വല്ലതാണ്. വേറൊരു കോമഡി ഞാൻ പറയാം. നമ്മുടെ ഒരു ജുവലറി ചെയ്തപ്പോഴേ ഫസ്റ്റ് ഇത് എന്താ പർച്ചേസ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും വലിയ വിലപിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസയും പോക്കറ്റ് കരുതി. പുള്ളി എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ വെയിറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്തുവാ പറയുന്നത്, ഗ്ലോബ് പോലത്തെ അതുപോലുള്ളൊരു ഇതാ. അതിനകത്ത് ഇലുമിനാറ്റിയുടെ ഈ കണ്ണുണ്ട്, കുറേ ബോളുകൾ ഉണ്ട് കേട്ടോ. ഇതാണ് പുള്ളി എനിക്ക് ഗിഫ്റ്റായിട്ട് എന്നാൽ ഞാൻ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കുന്നു. ഇത് കൊണ്ടുവരുന്നു, ഞാനിത് ഓഫീസിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പം ഈ വണ്ടി വന്നതോടുകൂടി നമ്മുടെ കുറേ കൂട്ടുകാരന്മാർക്കും അതുമെല്ലാം നമ്മൾ പണ്ടേ നമ്മൾ എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് കാണിക്കുന്നുണ്ട്. വണ്ടിയുടെയും കൂടെ വന്നപ്പോഴത്തേന് എല്ലാം അപ്പം ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെ വണ്ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്നേരം എൻ്റെ ഒരു കൂട്ടുകാരന് എൻ്റെ ഓഫീസിൽ വന്നു ഇവ ഇതെല്ലാം സംസാരിച്ചോണ്ട് എടുത്തോണ്ടിരിക്കുകയാണോ, ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഈ സാധനം അവിടെ പേപ്പർ ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറക്കി അവിടെ അടുത്ത് വെക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുക. അന്നേരം ഇവൻ എൻ്റെ അടുത്തൊന്നും മിണ്ടുന്നൊന്നുമില്ല. ഇവൻ എന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, കോമൺ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാം, എടാ ജിജോ മോൻ ചുമ്മാ ഒന്നുമല്ല എന്തുകൂടാ അവൻ്റെ ഓഫീസിൽ ഞാൻ എന്നിട്ട് സിമ്പിൾ കിടന്നു.